2 ദിവസം മുമ്പ് ഒറീസയ്ക്ക്, തെലങ്കാനയ്ക്ക്, ആന്ധ്രാപ്രദേശിന്, ബീഹാറിന് അടക്കം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പ്രത്യേക സഹായം ഗ്രാൻഡ് കൊടുക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലും ഒഴുക്കും കണ്ട വയനാടിന് നമുക്ക് തന്നത് വായ്പാ സഹായമാണ്. വായ്പാ സഹായം എന്ന് പറഞ്ഞാൽ നമ്മളത് ചോദിച്ചതാണ്. വായ്പാ സഹായം മാത്രമല്ല നമ്മൾ ചോദിച്ചത്, നമ്മൾ മൊത്തത്തിൽ 3 തരം സഹായം ചോദിച്ചു. ആ 3 തരം സഹായം ഏതൊക്കെയാണ്? ഒന്നാമത്തത്, അന്ന് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ആ ഒന്നാമത്തെ ഫേസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഫേസാണിത്. റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്ന് പറയുന്നത്. ആ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഫേസിൽ ഞങ്ങൾ 219 കോടി രൂപ നമുക്ക് ചിലവാണ്, അത് തരണം എന്ന് പറഞ്ഞു. തന്നോ? സഹായമാണത്. തന്നോ? 10 പൈസ തന്നില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ സംസ്ഥാന നിധിയിലുള്ള പൈസ എടുത്തു. സംസ്ഥാന നിധിയിലെ പൈസ എന്തിനു തരുന്നതാ? ഇത്തരം തീവ്ര ദുരന്തങ്ങൾ ഉള്ളപ്പോൾ ചെലവഴിക്കാനുള്ള പണം അതിനകത്തില്ല. നമുക്ക് വാർഷിക വിഹിതം 360-370 കോടി രൂപയാണ് വാർഷിക വിഹിതം. ആ വാർഷിക വിഹിതം എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കിട്ടുന്നതാണ്. ആ വാർഷിക വിഹിതം ഈ കേരളത്തിലെമ്പാടും SDRF മാനദണ്ഡപ്രകാരമുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് കിട്ടുന്ന പൈസയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂടി ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ നിധി ഉണ്ടാക്കുന്നത്. ആ സാധാരണ വിഹിതത്തിൽ നിന്ന് ചെലവഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിനുള്ള പണം അവിടെ ഉണ്ടോ? പണമില്ല. അപ്പോൾ ഇത് തരണം എന്ന് പറഞ്ഞു. തന്നോ? ഒരു പൈസ തന്നില്ല. ഈ വിത്തിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ CMDRF, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആളുകൾ കൊടുത്ത സഹായത്തിൽ നിന്നും എടുത്താണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ദുരിതത്തിൽപ്പെട്ട് മാറി താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അടുത്ത 9 മാസത്തേക്ക് കൂടി കൊടുത്തു. ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നു. അടുത്ത 9 മാസത്തേക്ക് കൂടി രണ്ടാൾക്ക് 300 രൂപ വെച്ച് പ്രതിദിനം വേതനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. ഇതൊക്കെ വിത്തിൽ നിന്ന് കൊടുക്കുന്നതല്ലേ. ഇത് രണ്ടിൽ നിന്നും ഒരു പൈസ വിത്തിൽ നിന്ന് തന്നില്ല. രണ്ടാമത് ചോദിച്ചത്, അപ്പോൾ നമ്മൾ 219 കോടി രൂപ വെച്ച് തന്നില്ല. രണ്ടാമത്തത് എവിടുന്നാണ് അത് ചോദിക്കുന്നത്? രണ്ടാമത് ചോദിച്ചത്, ഇങ്ങനെ 30-ാം പൊക്കം അവരെ ക്യാമ്പുകളിൽ നിന്നും വാടക വീടുകളിലേക്ക് നമ്മൾ മാറ്റി. ഏതാണ്ട് 2000-2003 ഏതാണ്ട് അവിടുത്തെ എല്ലാ വീടുകളെന്ന് തന്നെ അർത്ഥം. ആ പ്രദേശത്ത് ഈ ബാധിച്ച മേപ്പാടി പഞ്ചായത്തിലെ ഇത് ബാധിച്ച പ്രദേശത്തെ ഏതാണ്ട് എല്ലാ വീടുകളും മനുഷ്യർക്ക് താമസിക്കാൻ യോഗ്യമല്ല. 2000-ലധികം വീടുകളുണ്ട്. അപ്പോൾ അത് 2 ടൗൺഷിപ്പുകളായിട്ട് അവരെ എല്ലാ സംവിധാനങ്ങളോടും കൂടി, ആശുപത്രി, അങ്കണവാടി, സ്കൂള്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി പുനരധിവസിപ്പിക്കണം. അപ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ള പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കണം. അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് തന്നെയുള്ള പഠനത്തിനാണ് PDNA എന്ന് പറയുന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ആ പഠനം നടത്തി. അതിനെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപമില്ലല്ലോ. കഴിഞ്ഞ നവംബറിൽ സമർപ്പിച്ചു. അതിനകത്ത് കൂടി ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണ് പുനരധിവാസ സഹായം. അപ്പോൾ 300 കോടി രൂപ, 360 കോടി രൂപ വാർഷിക വിഹിതം തരുന്നതിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമാണോ അത്? അപ്പോൾ ഇങ്ങനെ ദുരന്ത സമയത്ത് അവരെ അവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ചില്ലറ ആശ്വാസം കൊടുത്ത് പിന്നെ അവരങ്ങ് മറന്നു കളഞ്ഞാൽ മതിയോ? അതാണോ ആധുനികമായിട്ടുള്ള ദുരന്ത മാനേജ്മെൻറ്റ് സമീപനം? അങ്ങനെയല്ല. ദേശീയ ദുരന്ത നിവാരണ നയം തന്നെ പറയുന്നത് അവർ എന്താണോ അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാൻ അവർ സഹായിക്കണം. അതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ. നന്നായിട്ട് പുനർനിർമ്മിച്ച് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സഹായിക്കണം. അത് വീടുണ്ട്, അവരുടെ ജീവനോപാധിയുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം, അവരുടെ പൊതുസൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം മെച്ചപ്പെട്ടുണ്ടാക്കണം. അതല്ല ദേശീയ നയം. അതാണ് അന്തർദേശീയമായിട്ടുള്ള നയം. അതിനകത്ത് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യാനല്ലേ നമ്മൾ 2221 കോടി, ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന പദ്ധതി. അതും സഹായമായിട്ടല്ലേ ചോദിച്ചത്? അത് എവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞില്ലേ? ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ റീകൺസ്ട്രക്ഷൻ വിൻഡോ ഉണ്ട്. ഇങ്ങനെ പുനർനിർമ്മാണത്തിനുള്ള ഒരു മാറ്റിവെച്ചൊരു തുകയുണ്ട്. അതിൽ പണമുണ്ട്, അതിൽ നിന്ന് എടുക്കാം, അത് തരണം എന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ ആവശ്യം. അതിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ പരിഗണിച്ചോ? ഇല്ല. മൂന്നാമതൊരാവശ്യം ആവശ്യപ്പെട്ടു. അതെന്താണ്? ദേശീയ ദുരന്ത നിവാരണ നിധിയുടെ ഭാഗമായിട്ടല്ല, ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു അലോക്കേഷൻ ഉണ്ട്, ഒരു നീക്കിയിരിപ്പുണ്ട്. അത് ദുരന്ത സമയങ്ങളിൽ മാത്രമല്ല, പ്രത്യേക സന്ദർഭങ്ങളിൽ, പ്രത്യേക സവിശേഷമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആസ്തി നിർമ്മാണത്തിന് വേണ്ടി, സ്കൂള്, ആശുപത്രി, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുക. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോൺ തരാം.
ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ വായ്പയും മുൻകൂറുമായിട്ട് തരാം. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ വിൻഡോയിൽ കൂടെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഭാഗം നിങ്ങൾക്ക് സഹായിക്കാം. അത് 50 വർഷത്തേക്കുള്ള ലോണാണ്. അപ്പോൾ അതും വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ ഈ 3 ആവശ്യങ്ങളും കൂടി നമ്മൾ 3 രേഖകളിലായി സമർപ്പിക്കുന്നു. ഈ 529.5 കോടി രൂപ ഈ വായ്പയായി മാത്രം അനുവദിക്കുന്നു. അതും എന്താ പറഞ്ഞത്, ഫെബ്രുവരി 10-ാം തീയതി തന്നിട്ട് മാർച്ച് 31 തീർത്തോണമെന്ന് പറയും. ഇത് നടക്കരുത്. കേരളത്തിൽ ഇങ്ങനൊരു മാതൃകാപരമായ പദ്ധതി നടപ്പിലാക്കരുതെന്ന്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. സമരം നടത്തേണ്ടത് കേരളം ഒന്നായിട്ട്. എന്തുകൊണ്ടാണ് ഈ വിവേചനം കേരളത്തിനെതിരായിട്ടുള്ളൊരു വലിയ വിവേചനമാണ്, അത് ഫെഡറൽ നീതിയുടെ ലംഘനമാണ് എന്ന പ്രശ്നം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയെ തമസ്കരിക്കുന്ന മാധ്യമങ്ങളുടെ സ്വഭാവമാണ്. അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവമാണ്. ഇത് കേരള വിരുദ്ധതയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രകോപിതരായിട്ട് കാര്യമില്ല. ഇത് കേരളത്തെയല്ലേ ബാധിക്കണം, അല്ലാതെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിനുണ്ടാവുന്ന നന്മകളെ ഉയർത്തിപ്പിടിക്കാതിരിക്കുക, അതിനെ ക്രിയാത്മകമായി വിമർശിക്കുന്നതിന് പകരം ഹിംസാത്മകമായിട്ട് അതിനെ കാണുക, കേരളത്തിനെതിരായിട്ടുള്ള യൂണിയൻ സർക്കാരിൻ്റെ പലവിധ വിവേചനങ്ങളെ ചൂട്ടുപിടിക്കുക, കൊടപിടിക്കുക, ഇതെല്ലാം ചെയ്യുക. കേരളം ഇതിനെല്ലാം ബദലായിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ അതിനെയൊക്കെ താർക്കുക. അതാണ് കിഫ്ബിക്കെതിരായിട്ടുള്ള സമീപനം. അതാണ് സമയാസമയങ്ങളിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കൈവായ്പ ക്രമീകരണമായിട്ടുള്ള പെൻഷൻ കമ്പനിയത്തെ എല്ലാത്തരം വിദണ്ഡവാദങ്ങളും ഉന്നയിച്ച് അതിനെ തകർക്കാനിറങ്ങുക. അപ്പോൾ ഈ സ്ഥിതി കേരളത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് ഇങ്ങനൊരു ഒരു വലിയ വിവേചനം, ഇതുപോലൊരു ദുരന്തത്തിന് നമുക്ക് വേണ്ട സഹായം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ വഴിയിൽ അത്രയും തന്നില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് ഇത്രയാണ് അർഹത എന്ന് പറഞ്ഞ് തരാൻ തയ്യാറാകുന്ന രോഷം ഉണ്ടാവണ്ടേ ഈ നാട്ടിൽ. ആ രോഷത്തെ മറച്ചു പിടിക്കുന്ന ഈ രീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതിനെ അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയാണ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം.